എത്രയൊക്കെ തന്നെ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയ നശിക്കാൻ ചില മൂല കാരണങ്ങളുണ്ട്. ആ റൂട്ട് കോസുകളെ നമ്മൾ പരിഹരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ സപ്ലിമെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തിയായി നിലനിൽക്കാനും പറ്റും. വെൽക്കം ടു ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം പ്രോബയോട്ടിക്കുകൾ എടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയ നോർമൽ ആവാത്തത്, അതിൻ്റെ മൂല കാരണം എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം. ഈ പ്രോബയോട്ടിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വളരെ എളുപ്പമാക്കി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുടലിൽ ജീവിക്കുന്ന നല്ല ബാക്ടീരിയകളെ പറയുന്ന പേരാണ് പ്രോബയോട്ടിക്കുകൾ. ഈ ബാക്ടീരിയകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കോശങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. എന്തിനു പറയണം, നമ്മുടെ തലച്ചോറിനെ വരെ സ്വാധീനിക്കാൻ ഈ ബാക്ടീരിയക്ക് സാധിക്കും. ഇതിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. മൈഗ്രെയിൻ, ഗ്യാസ്ട്രൈറ്റിസ്, ത്വക്ക് സംബന്ധമായ പ്രശ്നം, അലർജി, ഇമ്മ്യൂണിറ്റി സംബന്ധമായ പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. പല ആളുകളും ഇതിന് വേണ്ടിയിട്ട് സപ്ലിമെൻ്റ് എടുക്കാറാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്കും സപ്ലിമെൻ്റ് ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസ്, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ഒരു സപ്ലിമെൻറ്റ് വളരെ നിർബന്ധമായി ഞങ്ങൾ കൊടുക്കുന്ന പ്രോട്ടോക്കോളിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ മാറുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 6 മാസം വരെ ഈ സപ്ലിമെൻ്റ് എടുത്ത ആളുകൾക്ക് പോലും ഈ സപ്ലിമെൻ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിർത്തുമ്പം ഈ പ്രശ്നം പതിയെ തിരിച്ചു വരുന്നതായും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം മൂല കാരണം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മാറ്റിയപ്പോഴാണ് ഈ സപ്ലിമെൻ്റ് ഇല്ലാതെ പോലും അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവാനും ഈ പ്രോബയോട്ടിക്സ് കുറയുന്നതുമായി ബന്ധപ്പെട്ട സിംറ്റംസും ഒന്നും ഇല്ലാതെ അവർക്ക് ഹെൽത്തിയായി നിലനിൽക്കാനും പറ്റിയത്. അപ്പോൾ പൊതുവെ ഈ ഗട്ട് ബാക്ടീരിയ നശിക്കാനുള്ള ചില ഇമ്പോർട്ടൻ്റ് കാരണങ്ങളാണ്. ഒന്നാമത്തേത് മെഡിക്കേഷൻ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ്. ഇത്തരം മെഡിക്കേഷൻസൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നശിച്ചു പോയ ബാക്ടീരിയകളെ റിക്കവർ ചെയ്യാൻ പറ്റും. മറ്റു ചില കാരണങ്ങളാണ് മദ്യപാനം, ഉറക്കമില്ലായ്മ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, പുകവലി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻസോട് പറയുമ്പോൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ അവർ വരാതെ നോക്കാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ ചില മറ്റ് കാരണങ്ങൾ, അത് ആ ഒരു കാര്യം അവർക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അതെന്താണ് കാരണം? അവർ കൂടുതലായി കഴിക്കുന്ന ആഹാരം ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് സ്കോറുള്ള ആഹാരങ്ങളായിരുന്നു. എന്താണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുടലിൽ ആഹാരം ഈ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് സഞ്ചരിക്കും, അതായത് ആഗിരണം ചെയ്യും. ഈ ആഗിരണ വേഗത പല ആഹാരങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആഹാരങ്ങൾ കഴിച്ചാൽ വളരെ വേഗത്തിൽ ഈ ആഹാരത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് സഞ്ചരിക്കും. അതിനെയൊക്കെ നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സുള്ള ആഹാരം എന്ന് വിളിക്കാം. ഇതൊരു 0 മുതൽ 100 വരെ സ്കോറുള്ള ഒരു സ്കെയിലാണ്. അപ്പം 100ൻ്റെ അടുത്ത് സ്കോറുള്ള ആഹാരങ്ങളെ നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആഹാരങ്ങളെന്ന് വിളിക്കാം. 0 നിൽക്കുന്ന ആഹാരങ്ങളെ നമുക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആഹാരം എന്ന് വിളിക്കാം. 50ൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സുള്ള ആഹാരങ്ങളെന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ പൊതുവെ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ. ഈ ചോക്ലേറ്റ് നിങ്ങൾ എന്തിനാണ് വെക്കുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ ഇൻസുലിനൊക്കെ അമിത ഡോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയാനും നിങ്ങൾക്ക് തലക്കറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ തലക്കറക്കമൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങളൊരു മിഠായി എടുത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം എനർജി റീകവർ ആവും. എന്തുകൊണ്ട് മിഠായി പ്രിസ്ക്രൈബ് ചെയ്യുന്നു? കാരണം ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗറിനെ ആഗിരണം ചെയ്ത് ശരീരത്തെ റിക്കവർ ചെയ്യാൻ ഇത്തരം ആഹാരങ്ങൾക്ക് പറ്റും. പകരം ഒരു ആപ്പിളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ശരീരത്തിൻ്റെ എനർജി റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമ്പോൾ എത്ര വേഗത്തിൽ ആഹാരം ശരീരത്തിൽ ഗ്ലൂക്കോസിനെ നൽകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ആഹാരത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ചോറ്. ചോറിന് വൈറ്റ് റൈസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ 80 വരെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്.
പഞ്ചസാരക്കും അതുപോലെ ബ്രെഡിനൊക്കെ നല്ല ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ സ്ഥിരമായി കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും, പെട്ടെന്ന് ഉയരും. അപ്പോൾ ഈ രീതിയിലുള്ള ആഹാര പാറ്റേൺ നിങ്ങൾ ഒരുപാട് കാലം ഫോളോ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും നീർക്കെട്ടുകൾ ഉണ്ടായാൽ നമുക്കറിയാൻ പറ്റും, മുഖത്തൊക്കെ തടിപ്പും അതുപോലെ സ്കിന്നിൻ്റെ നിറം മാറുന്നതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഈ നീർക്കെട്ടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതെന്തായി മാറും? ഇത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. പിന്നെ ഇമ്മ്യൂണിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ അത് മാത്രമല്ല, ഇതുപോലുള്ള ആഹാര രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഇത് മന്ദഗതിയിലാക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആഹാരം ഇങ്ങനെയൊക്കെ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും അതുപോലെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ ബാധിക്കുമ്പം ഇത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ കുടലിലെ ബാക്ടീരിയകളെയും ബാധിക്കുന്നുണ്ട്. കാരണം ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ കൂടുതലാണെങ്കിൽ ഈ ബാക്ടീരിയകൾക്ക് നല്ല രീതിയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂടും. നിങ്ങൾക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് കോർട്ടിസോൾ പോലുള്ള ഹോർമോൺ കൂട്ടും. അങ്ങനെ ഒരുപാട് കാലം മാനസിക സമ്മർദ്ദം കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വീണ്ടും ഈ ബാക്ടീരിയകൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ നിലനിൽക്കാൻ അനുയോജ്യമല്ലാത്ത സിറ്റുവേഷൻ ശരീരത്തിന് ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയകൾ പതിയെ നശിച്ചു പോകും. ഇതുകൊണ്ടാണ് പല ആളുകൾക്കും പ്രോബയോട്ടിക്സ് എടുത്തിട്ടും മദ്യപാനം ഇല്ലാഞ്ഞിട്ടും പുകവലി ഇല്ലാഞ്ഞിട്ടും വ്യായാമം ചെയ്തിട്ടും അല്ലെങ്കിൽ മരുന്നുകളൊന്നും എടുക്കാഞ്ഞിട്ടും അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ മറ്റു പല ഡൈജസ്റ്റീവ് ഇഷ്യൂകളും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മളൊക്കെ കഴിക്കുന്നത് അരിയാഹാരങ്ങളാണ്. പൊതുവെ നമ്മുടെ രീതി പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുക, അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഉപ്പേരിയും കറികളും എല്ലാം കൂട്ടി കഴിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഈ ഒരു രീതി കാരണം നമ്മൾ ഒരുപാട് കാലം ഫോളോ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രശ്നമുണ്ടാവും. പൊതുവെ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ആഹാരമെല്ലാം റിഫൈൻഡ് ആഹാരങ്ങളാണ്. എന്ന് വെച്ചാൽ ഫാക്ടറിയിൽ കൊണ്ടുപോയി അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ തവിടും എല്ലാം കളഞ്ഞ് കൊണ്ടുവരുന്ന ആഹാരങ്ങൾ. ഈ ആഹാരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ടാവും. ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായ ആഹാരങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെള്ള അരി അല്ലെങ്കിൽ റിഫൈൻ ചെയ്തിട്ടുള്ള എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഹൈ ഗ്ലൈസിമിക് ഉള്ളതാണെന്ന് പറയാം. അതുപോലെ ഒരുപാട് പ്രോസസ്സ് ചെയ്തത്, ഒരുപാട് കുക്ക് ചെയ്തത്, പൊടിച്ചെടുത്തത്, ഇതിനെയും ഹൈ ഗ്ലൈസിമിക്കുള്ള ആഹാരമാണെന്ന് നമുക്ക് പറയാം. മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം 35 ലെവലിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉയരും. അതിനുള്ള കാരണം അത് നിങ്ങൾ ഒരുപാട് പ്രോസസ്സ് ചെയ്തു, അതിനെ നിങ്ങൾ വിഘടിപ്പിച്ചു. അത് പെട്ടെന്ന് ശരീരത്തിന് ഗ്ലൂക്കോസ് നൽകാൻ കഴിവുള്ള ശേഷിയുള്ള രീതിയിലേക്കായി മാറി. അപ്പോൾ കൂടുതൽ പ്രോസസ്സ് ചെയ്ത ആഹാരങ്ങൾ കഴിക്കുമ്പം അല്ലെങ്കിൽ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുമ്പം ആ ആഹാരങ്ങൾ നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ സ്പൈക്ക് ചെയ്യും. അതുവഴി നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയനെ ബാധിക്കും, മറ്റു പല അവയവങ്ങളും അത് ബാധിക്കും. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും അത് ബാധിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഞാനൊരു സൊല്യൂഷൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുത്തു. ആ സൊല്യൂഷൻ ആയിരുന്നു, അവർ കഴിക്കുന്ന ആഹാരം പ്രശ്നമില്ല, പക്ഷേ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഓർഡർ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്താണ് ഓർഡർ? അത് ആദ്യത്തേത് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വെജിറ്റബിൾസ് കഴിക്കുക. വെജിറ്റബിൾസ് അവർക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, തക്കാളി ഇതുപോലുള്ള വെജിറ്റബിൾസ് സലാഡായി അരിഞ്ഞ് കഴിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു. അപ്പോൾ അതവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കഴിക്കേണ്ടത് പ്രോട്ടീൻ റിച്ചായ ആഹാരങ്ങളാണ്. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതിര പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, ബദാം, പീനട്ട് പോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മുട്ട, ചിക്കൻ, ഫിഷ് ഇതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ അധികം ഓയിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസെല്ലാം കഴിക്കാം. അടുത്തത് മൂന്നാമതായി നിങ്ങൾ കഴിക്കേണ്ട ആഹാരമാണ് ഷുഗേഴ്സും സ്റ്റാർച്ചും. ഷുഗറും സ്റ്റാർച്ചും എന്ന് വെച്ചാൽ ഒരു തരം അന്നജമാണ്.
അത് ഒരുപാട് എനർജി തരാൻ സഹായിക്കുന്നതാണ്. ഷുഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ വളരെ സിമ്പിളായ രീതിയിലാണ് ബോണ്ടുകളൊക്കെ ഘടിപ്പിച്ച് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ വിഘടിപ്പിക്കാൻ പറ്റും. എന്നാൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് അതിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾ വളരെ കോംപ്ലക്സ് ആയ രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് മറ്റതിനേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഈ ഷുഗറുകളും സ്റ്റാർച്ചുകളും അടങ്ങിയിട്ടുള്ള ആഹാരത്തിന് ഉദാഹരണമാണ് നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഷുഗറിന് ഉദാഹരണമാണ്, ചോറ് നമുക്ക് ഈ സ്റ്റാർച്ചിന് ഉദാഹരണമാണ്, ബ്രെഡ് സ്റ്റാർച്ചിന് ഉദാഹരണമാണ്, ചോക്ലേറ്റ് ഷുഗറിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ആഹാരങ്ങൾ അവസാനം നിങ്ങൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആദ്യം 2 കഴിച്ച ആഹാരം ഉണ്ടല്ലോ, വെജിറ്റബിൾസും പ്രോട്ടീനും, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവസാനമുള്ള ഷുഗറും സ്റ്റാർച്ചിനും നിങ്ങൾ പ്രിഫറൻസ് കുറയും. അതായത് അധികം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം കഴിച്ച വെജിറ്റബിൾസിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് ഡയറ്ററി ഫൈബേഴ്സാണ്. ഇപ്പോൾ ഈ ഡയറ്ററി ഫൈബേഴ്സ് നിങ്ങൾ ആദ്യം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്റ്റൊമക്കിലും കുടലിലൊക്കെ ആയിട്ട് അതിനെ കവറിങ് ആയി വരും. ആ കവറിങ് കാരണം നിങ്ങൾ പിന്നീട് കഴിക്കുന്ന ഗ്ലൂക്കോസ് അധികം പെട്ടെന്നൊന്നും ആഗിരണം ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ഗുണം. മറ്റൊന്ന്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം രണ്ടാമത് കഴിക്കുമ്പം ഈ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും. അപ്പോൾ ഈ ഗ്രലിൻ എന്ന ഹോർമോൺ പ്രധാനമായും ചെയ്യുന്ന വർക്ക് അതൊരു ഹങ്കർ ഹോർമോണാണ്. നിങ്ങളുടെ ശരീരത്തിന് എനർജി ആവശ്യമുള്ളപ്പം വിശക്കുന്നു എന്ന സിഗ്നൽ തലച്ചോറിന് കിട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പും കുറയും. അപ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഷുഗറും കഴിക്കുന്ന അളവ് നിങ്ങൾക്ക് കുറക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ഇല്ലാതെ പോലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും സാധിച്ചു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുക. നല്ല കണ്ടൻറ്റുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ.